എല്ലാവർക്കും സോളിഡ് ബിൽഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാർഡ്രോബ് അല്ലെങ്കിൽ അലമാര എങ്ങനെ ഡ്യൂറബിൾ ആയി ബഡ്ജറ്റിനുള്ളിൽ ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്യാം എന്നതാണ്. വീഡിയോയിൽ നമുക്ക് ടൈപ്സ് ഓഫ് വാർഡ്രോബ്സ്, മെറ്റീരിയൽസ് എങ്ങനെ തിരഞ്ഞെടുക്കാം, ശരിയായ അളവുകൾ, സ്പേസ് ഡിവിഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായി വാർഡ്രോബ് ഡിസൈൻസ്. വാർഡ്രോബ് ഡിസൈൻ സാധാരണയായി 2 ഡോർ, 3 ഡോർ, 4 ഡോർ എന്നിങ്ങനെയാണ് തരംതിരിക്കുന്നത്. വാർഡ്രോബ് ഡിസൈനിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഷട്ടേഴ്സ് ആണ്. ഓപ്പണബിൾ അഥവാ ഹിഞ്ച്, കൂടാതെ സ്ലൈഡിംഗ്, അതുപോലെ ഫോൾഡബിൾ എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ഷട്ടറുകൾ. സ്പേസ് ഉണ്ടെങ്കിൽ ഹിഞ്ച് ഷട്ടറുകളും, സ്പേസ് കുറവാണെങ്കിൽ സ്ലൈഡിംഗ് ഷട്ടറുകളും തിരഞ്ഞെടുക്കാം. അടുത്തതായി മെറ്റീരിയൽ സെലക്ഷൻ. വാർഡ്രോബ്സ് ലോങ് ലാസ്റ്റിംഗ് ആകണമെങ്കിൽ ശരിയായ മെറ്റീരിയൽ സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോക്സ് വർക്കിനായി 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഷട്ടറുകൾക്ക് ബെൻഡിങ് അവോയ്ഡ് ചെയ്യുന്നതിനായി HDHMR ബോർഡുകൾ തിരഞ്ഞെടുക്കാം. ഭിത്തിയിൽ നിന്നുമുള്ള ഈർപ്പം യൂണിറ്റിലേക്ക് കയറാതിരിക്കുവാനായി കനം കുറഞ്ഞ മൾട്ടിവുഡ് അഥവാ PVC ബോർഡുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ ബോർഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ അവ ഡ്യൂറബിലിറ്റിയെ ബാധിക്കുന്നു. ഇനി സ്പേസ് ഡിവിഷൻ. വാർഡ്രോബ് പ്ലാൻ ചെയ്യുമ്പോൾ യൂസേജ് അനുസരിച്ചാണ് സ്പേസ് ഡിവൈഡ് ചെയ്യേണ്ടത്. എല്ലാ വാർഡ്രോബ്സിനും ഒരേ രീതിയിലുള്ള ഡിവിഷൻസ് അവോയ്ഡ് ചെയ്യാം. ഉദാഹരണത്തിന് കപ്പിൾ വാർഡ്രോബ്സിൽ മെയിൽ പോർഷനിൽ കൂടുതൽ ഹാങ്ങിങ് സ്പേസും ഫീമെയിൽ പോർഷനിൽ കൂടുതൽ ഷെൽഫ്സും ഡ്രോയേഴ്സും നൽകാം. അതുപോലെ കുട്ടികൾക്കായുള്ള വാർഡ്രോബ്സിൽ ബുക്സ്, ടോയ്സ് എന്നിവയ്ക്കായുള്ള ഡെഡിക്കേറ്റഡ് സ്പേസ് നൽകാം. അതുപോലെ ട്രാവൽ ബാഗ്സ്, യൂസ്ഡ് ക്ലോത്ത്സ്, ജുവല്ലറി, കോസ്മെറ്റിക്സ് എന്നിവയ്ക്കായുള്ള സ്പേസ് ആവശ്യാനുസരണം പ്ലാൻ ചെയ്ത് നൽകേണ്ടതാണ്. അലമാര പ്ലാൻ ചെയ്യുമ്പോൾ യൂസേജ് അനുസരിച്ച് സ്പേസ് ഡിവൈഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഡയമെൻഷൻസ്. ശരിയായ ഡയമെൻഷൻസ് തിരഞ്ഞെടുത്തില്ലെങ്കിൽ അത് യൂസബിലിറ്റിയെ ബാധിക്കുന്നു. വാർഡ്രോബിന്റെ ഡെപ്ത് 2 അടി അല്ലെങ്കിൽ 60 സെന്റിമീറ്റർ ആണ് സാധാരണയായി നൽകുന്നത്. മിനിമം 50 സെന്റിമീറ്റർ ഡെപ്ത് ഇല്ല എങ്കിൽ അത് ഹാങ്ങിങ് സ്പേസിനെ ബാധിക്കുന്നു. അതുപോലെ 2 ഡോർ വാർഡ്രോബ് ആണെങ്കിൽ വിഡ്ത്ത് 3 മുതൽ 4 അടി വരെയും 3 ഡോർ വാർഡ്രോബ് ആണെങ്കിൽ വിഡ്ത്ത് 5 മുതൽ 6 അടി വരെയുമാണ് സാധാരണയായി നൽകുന്നത്. വാർഡ്രോബിന്റെ ഹൈറ്റ് സീലിംഗ് വരെ നൽകുകയാണെങ്കിൽ ഭംഗി കൂട്ടാനും യൂണിറ്റിനെ വൃത്തിയായി സൂക്ഷിക്കാനും അത് സഹായിക്കുന്നു. ബെഡും വാർഡ്രോബും തമ്മിലുള്ള ദൂരം ഹിഞ്ച് ടൈപ്പ് ആണെങ്കിൽ മിനിമം 3 അടിയും സ്ലൈഡിംഗ് ടൈപ്പ് ആണെങ്കിൽ മിനിമം 2 അടിയും നൽകേണ്ടതാണ്. ബെൻഡിങ് ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ ഡോർ ഹൈറ്റ് ലിമിറ്റ് ചെയ്ത് ലോഫ്റ്റുകൾ നൽകാം. അടുത്തത് ആക്സസറീസ്. സ്മാർട്ട് ആക്സസറീസ് നിങ്ങളുടെ വാർഡ്രോബിനെ ഓർഗനൈസ്ഡ് ആയും ക്ലട്ടർ ഫ്രീ ആയും നിലനിർത്തുന്നു. ജുവല്ലറി ഓർഗനൈസർ, ഷൂ റാക്ക്, ലോണ്ടറി ബാസ്ക്കറ്റ്, വാച്ച് അല്ലെങ്കിൽ ടൈ ഹോൾഡർ, ലോഫ്റ്റ് അത്തരത്തിലുള്ള ആക്സസറീസ് നിങ്ങളുടെ ആവശ്യാനുസരണം പ്ലാൻ ചെയ്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്തത് ലൈറ്റിംഗ്. വാർഡ്രോബ് ലൈറ്റിംഗ് നൽകുന്നത് യൂസബിലിറ്റിയെ സഹായിക്കുന്നു. അതിനായി പ്രൊഫൈൽ ലൈറ്റ്സ് വെർട്ടിക്കലി നൽകാം. സ്വിച്ചുകൾക്ക് പകരം സെൻസർ ആക്ച്വേഷൻ വഴി അവ ഈസിയായി ഓപ്പറേറ്റ് ചെയ്യാം. ടോപ്പ് ലൈറ്റ് മാത്രം നൽകാതെ എല്ലാ ഷെൽഫുകളിലേക്കും ലൈറ്റ് എത്തിക്കാൻ ശ്രദ്ധിക്കണം. വാർഡ്രോബ് ഒരു സ്റ്റോറേജ് സ്പേസ് മാത്രമല്ല, നമ്മുടെ വീടിന്റെ ഇന്റീരിയർ മനോഹരമാക്കുന്ന, വീട് ഓർഗനൈസ്ഡ് ആയി സൂക്ഷിക്കുന്ന ഒരു യൂണിറ്റ് കൂടിയാണ്. ശരിയായ ഡിസൈനിങ്ങും ശരിയായ പ്ലാനിങ്ങും നമ്മുടെ വാർഡ്രോബ്സിനെ ഫ്യൂച്ചർ റെഡി ആക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. സംശയങ്ങളുള്ളവർ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.